വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഫാർമക്കോളജി പാർട്ട് 2 ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഒരു പോർഷനിൽ കുറച്ച് ഭാഗം നമുക്ക് അത്രയ്ക്കൊന്നും വേണ്ട. ഞാൻ ആവശ്യമുള്ള ഭാഗം വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും. സോ ഈ ഭാഗമൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. കാര്യം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അധികം ചോദിക്കില്ല. പക്ഷെ ചോദിച്ചാൽ തന്നെ നമുക്ക് ഫാർമക്കോളജിനെ പറ്റി എന്ത് ചോദിച്ചാൽ നമുക്ക് എഴുതുന്ന ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഡിഫൈനിങ് എസെൻഷ്യൽ മെഡിസിൻ. എന്താണ് എസെൻഷ്യൽ മെഡിസിൻ? അതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രയോറിറ്റി ഹെൽത്ത് കെയർ നീഡ്സ്. അതായത് ഒരു പോപ്പുലേഷനിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മരുന്നുകളെയാണ് നമ്മൾ എസെൻഷ്യൽ മെഡിസിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ ഈ എസെൻഷ്യൽ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ മെഡിസിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് എവിഡൻസ് ബേസ്ഡ് സെലക്ഷൻ. അതായത് നമുക്കറിയാം, ഇപ്പോൾ കോസ്റ്റ് വളരെ വില കുറച്ചിട്ട് നമുക്ക് മോസ്റ്റ് എഫിക്കസി അല്ലെങ്കിൽ നമുക്ക് മോസ്റ്റ് സേഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ കൊടുത്താൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാത്ത മരുന്നുകളുടെ കണക്കുകൾ നമുക്കറിയാം. അത് നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആണ്. അങ്ങനെയുള്ള മരുന്ന് നമുക്കുണ്ട്. ആൻഡ് അസസിബിലിറ്റി, എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ റാഷണൽ അപ്രോച്ച് എന്നൊക്കെ പറയും കേട്ടോ. ഒരേപോലെ നമുക്ക് മെഡിസിൻ കിട്ടുന്ന നമ്മൾ അസസിബിലിറ്റി എന്ന് പറയും. ആൻഡ് അഫോർഡബിലിറ്റി, പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ എളുപ്പമെന്ന് വാങ്ങാൻ പറ്റണം. ഇതിനെയാണ് നമ്മൾ എസെൻഷ്യൽ മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എല്ലാ ആൾക്കാരിലും ഒരു പോപ്പുലേഷൻ എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന മരുന്നുകൾ അതെല്ലാം ആകാം. പനിക്കുള്ളതാകാം, ചുമക്കുള്ളതാകാം, എന്ത് വേണമെങ്കിലും ആകാം അല്ലേ. സോ എവിഡൻസ് ബേസ്ഡ് സെലക്ഷൻ ആണ്. നമ്മൾ എല്ലാത്തിനും കണക്കുണ്ട്, ഇന്ന പ്രകാരം നമ്മൾ മരുന്നുകൾ വെച്ചിട്ടുണ്ട്. ഇനി എവല്യൂഷൻ എങ്ങനെയാണ് വന്നത്? സോ എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് അവൈലബിൾ ആണ്. അത് ആദ്യം വന്ന 1977 ഫസ്റ്റ് ലിസ്റ്റ് പബ്ലിഷ്. WHO ആണ്. 167 ഡ്രഗ്സ് ഉണ്ട്. സോ ഇത് മോഡിഫൈ ചെയ്ത് ഇപ്പം ഒരുപാട് ഡ്രഗ്സുകളുടെ വലിയ ലിസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, അല്ലാണ്ട് പഠിക്കണം നിൽക്കണ്ട. സോ എസെൻഷ്യൽ മെഡിസിൻ്റെ കൺസെപ്റ്റ് എന്താണ്? ഒന്ന് ക്വാളിറ്റി കെയർ, എല്ലാ പേർക്കും നല്ല ക്വാളിറ്റിയിൽ കെയർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് മെഡിസിൻ മാനേജ്മെൻറ്റ്, തറവായിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ തന്നെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു രീതി കൊണ്ടുവന്ന് കോസ്റ്റ് എഫക്റ്റീവ്സ്, വില കുറച്ചുകൊണ്ട് ആവശ്യമുള്ള മരുന്നുകൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഹാൻഡിൽ എത്തിക്കാനും നോക്കി എന്നുള്ളതാണ്. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറയാൻ പോവുകയാണെങ്കിൽ അതിൽ എൻട്രൽ റൂട്ടാണ് പറയാൻ പോകുന്നത്. എൻട്രൽ റൂട്ട് കേട്ടോ. സോ നമ്മൾ വായ വഴി കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വായ മാത്രമല്ല നമ്മുടെ നേസലും കൂടെ ഇൻക്ലൂഡ് ആണ് കേട്ടോ, ചെറുതായിട്ട് നേസലും കൂടെ ഇൻക്ലൂഡഡ് ആണ്. സോ അങ്ങനെ കഴിക്കുന്ന മരുന്നുകൾ നമ്മൾ എൻട്രൽ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ് നമ്മുടെ റെഫറൻസ് നോട്ടിൽ ഇതിൻ്റെ ഒരു വലിയൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾ അത് പഠിക്കുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ദ ഫസ്റ്റ് വൺ ഈസ് ഓറൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. കോമൺ മെത്തഡ്, എല്ലാവരും ഉപയോഗിക്കുന്ന മെത്തഡാണ്. ടാബ്ലറ്റ്സ് ഉണ്ട്, ക്യാപ്സൂൾസ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട് അല്ലേ. സോ ഇനി ഓറൽ ഡ്രഗ്സിന്റെ ഉപയോഗങ്ങൾ എന്താണ്? വാ കൊണ്ട് കൊടുക്കുന്ന മരുന്നുകളുടെ ഉപയോഗം എന്താണ്? നമുക്കവിടെ ഇഞ്ചക്ഷൻ പോലെ കൊടുക്കണ്ട, വേദന ഇല്ല, അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജ് ഇല്ല അല്ലേ. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്താ? ബോധം കെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ ഓറൽ മരുന്ന്? ഇല്ല അല്ലേ. വോമിറ്റിംഗ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. പിന്നെ പെട്ടെന്ന് ആക്ഷൻ കിട്ടുമോ ഓറലി നല്ല മരുന്ന് കൊടുത്താൽ? ഇല്ല അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് റെഫറിലുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് നേസൽ റൂട്ടാണ്. നമ്മൾ നോസ് വഴി കൊടുക്കുന്നത്. ഇപ്പം ഡ്രോപ്സ്, സ്പ്രേസ് ഒക്കെയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് സബ്ലിംഗൽ റൂട്ടാണ്. ഇത് നമ്മളെ നാവിനടിയിൽ വെക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ സബ്ലിംഗൽ റൂട്ട് എന്ന് പറയുക. ഇപ്പം എക്സാമ്പിൾ പെട്ടെന്ന് അബ്സോർപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നൈട്രോഗ്ലിസറിൻ പോലുള്ള ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുന്ന ഡ്രഗ്സുകളൊക്കെ സബ്ലിംഗൽ റൂട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് റെക്ടൽ റൂട്ടാണ്. റെക്റ്റം വഴി, ഇപ്പോൾ എക്സാമ്പിൾ എനിമയൊക്കെ അല്ലേ, എനിമ, സപ്പോസിറ്ററീസ് ഒക്കെ നമ്മൾ ലോക്കൽ എഫക്റ്റ് അല്ലെങ്കിൽ സിസ്റ്റമിക് എഫക്റ്റ്. ലോക്കൽ എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം, ഇപ്പോൾ എക്സാമ്പിൾ ഇത് മനുഷ്യ ശരീരമാണെങ്കിൽ കൈക്കാണ് വേദനയെങ്കിൽ കൈയിൻ്റെ പുറത്ത് നമ്മൾ ക്രീം പുരട്ടുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോക്കൽ എഫക്റ്റ്. ഇനി ദേഹം മൊത്തം വേദനയ്ക്ക് വേണ്ടി ഗുളിക കഴിക്കുന്നു അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു, അതിനെയാണ് നമ്മൾ, അപ്പോൾ നമുക്ക് മൊത്തം വേദനയും കുറയുന്നത് നമ്മൾ സിസ്റ്റമിക് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കാതെ പോകരുത്. സോ അഡ്വാൻറ്റേജ് ഓഫ് ഓറൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് ഒന്ന് കൺവീനിയൻറ്റ്, ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കുക അല്ലേ. സെൽഫ് അഡ്മിനിസ്ട്രേഷൻ, സ്വന്തമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. വേറെ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. പെയിൻലെസ്, വേദനയൊന്നുമില്ല, കോസ്റ്റ് എഫക്റ്റീവ്, ഭയങ്കര വില കുറവാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓറൽ ഡ്രഗിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന സാധനമാണ്. ലിമിറ്റേഷൻസ് ഉണ്ട്. ഡിലേഡ് എഫക്റ്റ്, കഴിച്ചുകൊണ്ട് നമുക്ക് വേദന മാറുമോ? ഇല്ല, സമയം എടുക്കും അല്ലേ. ആൻഡ് എമർജൻസി സിറ്റുവേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബോധം കെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഗ്യാസ്ട്രിക് എൻസൈം ഡിസ്ട്രക്ഷൻ, ചില മരുന്നുകൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള എൻസൈംസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കാരണത്താൽ നമുക്ക് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് പേഷ്യൻ്റ് ലിമിറ്റേഷൻസ്, എല്ലാ പേഷ്യൻസും അൺകോപ്പറേറ്റീവ് ആവാത്ത പേഷ്യൻസ് ഉണ്ട്, നമുക്ക് മരുന്ന് കഴിക്കാത്ത ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഈ മരുന്ന് ഗുളിക നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്.
ഇനി നമ്മൾ പറയാൻ പോകുന്ന പാരന്റൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മൾ ഇഞ്ചക്ഷൻസ് ഒക്കെ ഇല്ല, അത് തന്നെയാണ് എക്സാമ്പിൾ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലർ, ഇൻട്രാവീനസ്, ഇൻട്രാതീക്കൽ. ഇനി നമ്മുടെ സ്കിന്നിന്റെ ലെയേഴ്സുകൾ ഒരുപാട് തരത്തിൽ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ലെയേഴ്സ് ഒക്കെ നമ്മൾ അറിയണം, എന്നാൽ മാത്രമേ നമുക്കിത് പഠിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. സോ സ്കിന്നിന്റെ ലെയേഴ്സ് എങ്ങനെയാ വരിക? എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, ഞാൻ വിശ്വസിക്കുന്നു. അത് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ സ്കിന്ന് പറയുവാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഇതാണ് എപ്പിഡെർമിസ്, ഇതാണ് ഡെർമിസ് ആൻഡ് ഇതാണ് ഹൈപ്പോഡെർമിസ്. ഇതിന് മേലെ സ്ട്രാറ്റം, കോണിയം, നോയിഡം, ഗ്രാനുലോസും, സ്പൈനോസം, ബാസിൽ എന്ന് പറഞ്ഞ് പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പിഡെർമിസിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. സോ എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ് മനസ്സിലാക്കി വെക്കുക. സബ്ക്യൂട്ടിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കുറച്ച് താഴെയുള്ള ലെയറിനെയാണ് നമ്മൾ സബ്ക്യൂട്ടിനസ് എന്ന് പറയുക. അവിടെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സബ്ക്യൂട്ടിനസ് ഇഞ്ചക്ഷൻ എന്ന് പറയുക. ഇൻട്രാമസ്കുലാർ, മസിലിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രാമസ്കുലാർ എന്ന് പറയാം. അടുത്ത് ഇൻട്രാവീനസ്, ഞരമ്പുകളിൽ കൂടെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ് നമ്മൾ ഇൻട്രാവീനസ് എന്ന് പറയാം. നെക്സ്റ്റ് ഇൻട്രാതീക്കലാണ്, നമ്മുടെ സ്പൈനൽ ഫ്ലൂയിഡ്സിലേക്ക്, അതായത് നമ്മുടെ സ്പൈനിൽ നമുക്ക് സ്പൈൻ ഉണ്ടാവുമല്ലോ, ആ സ്പൈനിന്റെ ഇന്റർ സ്പൈനിയസ് സ്പേസ് ഉണ്ട് കേട്ടോ. ഈ രണ്ട് സ്പൈനുകൾക്കിടയിൽ നമുക്ക് സ്പേസ് ഉണ്ട്, ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട്. അവിടെ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാതീക്കൽ എന്ന് പറയുന്നത്. സോ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ സബ്ക്യൂട്ടിനസ്, ഇൻട്രാമസ്കുലർ, ഇൻട്രാവീനസ്, ഇൻട്രാതീക്കൽ കൊടുക്കുന്നതിൻ്റെ ഉപയോഗം എന്താണ്? ഫസ്റ്റ് വൺ ഈസ് റാപ്പിഡ് റെസ്പോൺസ്. പെട്ടെന്ന് നമുക്ക് കിട്ടും, റെസ്പോൺസ് കിട്ടും. ഡയറക്റ്റ് ഡെലിവറി, നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പെട്ടെന്ന് ഡയറക്റ്റ്ലി ഡെലിവറി ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു മരുന്ന് കഴിക്കുവാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ മരുന്ന് കഴിക്കുക, അപ്പോൾ നിങ്ങളുടെ വായിൽ കൂടെ വന്ന് അത് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് വരുന്നത് അല്ലേ. സ്റ്റൊമക്കിലേക്ക് വന്നിട്ട് അവിടെ നിന്നിട്ടാണ് മരുന്ന് അബ്സോർപ്ഷൻ നടക്കുന്നത്. സോ അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ലിവർ അവിടെ ഇരിപ്പുണ്ട്, പിന്നെ അത് മാത്രമല്ല ഇവിടെ സെൽ മെംബ്രെയിൻ ഇരിപ്പുണ്ട്, ആൻഡ് അത് മാത്രമല്ല പോർട്ടൽ വെയിൻ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാ മരുന്നും എന്ത് ചെയ്യില്ല, ഈ സെൽ മെംബ്രെയിൻ കടത്തി വിടത്തില്ല. ഇൻ കേസ് കടന്നു വന്നാൽ തന്നെ ലിവറിനകത്ത് കുറേ എൻസൈംസ് ഒക്കെ ഉണ്ട്. ഈ എൻസൈംസ് ഒക്കെ ഈ മരുന്നിനെ അങ്ങ് നശിപ്പിച്ച് കളയും. നശിപ്പിച്ച് കളഞ്ഞിട്ട് മരുന്നുകളൊന്നും എന്ത് ചെയ്യില്ല, നമ്മളെ ബ്ലഡിലേക്ക് എത്തിക്കില്ല. ബ്ലഡിലേക്ക് എത്താണ്ട് ഒരു മരുന്ന് ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും പോകുന്നില്ല, അങ്ങനെ മരുന്നിന് എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പം മരുന്ന് അവിടെ വെച്ച് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഡ്രഗ്സുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ഡയറക്റ്റ്ലി ഇഞ്ചക്ട് ചെയ്യുക, ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മരുന്ന് ബോഡിയിലേക്ക്, ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും എത്തുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ ഇതാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അൺകോൺഷ്യസ് പേഷ്യൻറ്റിന് പോലും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഡ്രോബാക്ക് എന്താണ്? വേദന ഉണ്ടാവും അല്ലെ. സ്കിൽഡ് അഡ്മിനിസ്ട്രേഷൻ, നമുക്കൊരു നേഴ്സോ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് പ്രൊഫഷണൽ തന്നെ അത്യാവശ്യമാണ്. പിന്നെ സ്റ്റെറിലിറ്റി കൺസേൺ, അവിടെ നിർബന്ധമായും സ്റ്റെറിലിറ്റി വേണം അല്ലേ. നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഭാഗമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. അതിന് ഇറിവേഴ്സിബിൾ ആണ്. ഒരിക്കൽ എടുത്ത് കുത്തി കയറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ലോക്കൽ ഡ്രഗ് ആപ്ലിക്കേഷൻ ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് ട്രോപ്പിക്കൽ. ഞാൻ പറഞ്ഞില്ലേ, കൈമുറിവ് വരുമ്പോൾ നമ്മൾ നമുക്ക് ലോക്കലി ആക്ഷൻ കിട്ടാൻ വേണ്ടി എക്സാമ്പിൾ ക്രീംസ് ഒക്കെയാണ് എക്സാമ്പിൾ വരിക. ആൻഡ് ഒപ്താൽമിക് സൊല്യൂഷൻ ആണ്, നമ്മൾ കണ്ണിലേക്ക് നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുന്നു എന്ന് പറയുന്നത്, കണ്ണിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഒപ്താൽമിക് സൊല്യൂഷൻ എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നേസൽ പ്രിപ്പറേഷൻ, മൂക്കിലേക്ക് നമ്മൾ ഒഴിക്കുന്ന ഡ്രോപ്സുകളൊക്കെയാണ് എക്സാമ്പിൾ വരിക, നേസൽ പ്രിപ്പറേഷൻ. സോ ഇതൊക്കെ സിമ്പിളാണ്, ഞാൻ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാതെ നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓടിച്ചൊന്ന് വായിക്കുക കേട്ടോ. കേൾക്കാൻ പോകുന്നത് ഡ്രഗ് അഗോണിസ്റ്റ് ആണ്. സോ ഡ്രഗ് അഗോണിസ്റ്റ് ഉണ്ട്, ഡ്രഗ് ആന്റഗോണിസ്റ്റ് ഉണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. അപ്പം തിരിഞ്ഞു പോകരുത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡ്രഗ് അഗോണിസ്റ്റ് അറിയണം. സോ അഗോണിസ്റ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ്, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ് കേട്ടോ. നമുക്കൊരു റിസപ്റ്റർ സൈറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഈ അഗോണിസ്റ്റ് വന്നിരുന്നതിന് ശേഷം അവിടെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് റെസ്പോൺസ് കൂട്ടുന്ന പരിപാടിനെയാണ് നമ്മൾ അഗോണിസ്റ്റ് എന്ന് പറയുക. സോ അഗോണിസ്റ്റ് ആർ മോളിക്യൂൾ ദാറ്റ് ബൈൻഡ് ആൻഡ് ആക്ടിവേറ്റ് റിസപ്റ്റേഴ്സ് ഇൻഡ്യൂസിങ് എ ബയോളജിക്കൽ റെസ്പോൺസ്. സോ മോളിക്യൂൾ ആണ്, അറ്റാച്ച് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു, റെസ്പോൺസ് കൂടുന്നു. പാരസ്റ്റമോളിന്റെ മോളിക്യൂൾ വരുന്നു, റിസപ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നു, പനി കുറയ്ക്കുന്നു. ആൻഡ് പൊട്ടൻസി റെഫേഴ്സ് ദ എമൗണ്ട് ഓഫ് ഡ്രഗ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ആൻ എഫക്റ്റ് ഓഫ് ഗിവൺ ഇന്റൻസിറ്റി മെഷേർഡ് ബൈ EC50 വാല്യൂ. അതായത് നമുക്കറിയാം, ഇപ്പം പാരസ്റ്റമോൾ എന്ന് പറയുന്ന ഒരു ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ 500 mg കൊടുത്താൽ അയാൾക്ക് പനി കുറയും അല്ലേ. അപ്പം
എത്ര മരുന്നാണോ അയാൾക്ക് ആവശ്യം, അയാളുടെ ആ ഒരു നിലവിലത്തെ കണ്ടീഷൻ അസുഖത്തെ നമുക്ക് എത്ര എമൗണ്ട് മരുന്ന് വേണം എന്നുള്ളതിനെ തീരുമാനിക്കുന്നത് നമ്മൾ പൊട്ടൻസി എന്ന് പറയാം. എഫിക്കസി എന്താ? മാക്സിമം റെസ്പോൺസ് അല്ലെ, നമുക്ക് മാക്സിമം എത്ര വരെ നമുക്ക് റെസ്പോൺസ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പം 500 mg കൊടുത്താൽ ഒരു 8 മണിക്കൂർ വരെ നമുക്ക് റെസ്പോൺസ് കിട്ടും എന്ന് പറയുന്നത് പോലെ. ആൻഡ് പാർഷ്യൽ അഗോണിസ്റ്റ്. പാർഷ്യൽ അഗോണിസ്റ്റ് എന്താണ്? ഫുള്ളി റെസ്പോൺസ് അല്ല, പകുതി കിട്ടുകയുള്ളൂ അല്ലെ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ അഗോണിസ്റ്റ് പരിപാടിയല്ല, അതിന്റെ പകുതി കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പാർഷ്യൽ അഗോണിസ്റ്റ് എന്ന് പറയുക. അഗോണിസ്റ്റ് ദാറ്റ് പ്രൊഡ്യൂസ് ലെസ് ദാൻ എ ഫുൾ റെസ്പോൺസ് വെൻ ഫുള്ളി ഓക്യുപ്പൈഡ് ദ റിസപ്റ്റേഴ്സ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ളായിട്ട് കിട്ടില്ല, പകുതി കിട്ടുന്നതിന് നമ്മൾ എന്ത്? പാർഷ്യൽ അഗോണിസ്റ്റ്. അപ്പം എന്തൊക്കെ ഞാൻ പറഞ്ഞേ? ഡ്രഗ് അഗോണിസ്റ്റ് പറഞ്ഞു, മോളിക്കുളാണ്, ബൈൻഡ് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു, ബയോളജിക്കൽ റെസ്പോൺസ് കിട്ടുന്നു. പൊട്ടൻസി നമുക്കറിയാം, എഫിക്കസി അറിയാം. പാർഷ്യൽ എന്താണ്? പകുതി ആക്ഷൻ കിട്ടുന്നു. മനസ്സിലായില്ലേ? സോ ഡ്രഗ് ആൻറ്റഗോണിസ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? അഗോണിസ്റ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ആൻറ്റഗോണിസ്റ്റ് ആണ്. സോ ഡ്രഗ് ആൻറ്റഗോണിസ്റ്റ് 2 തരത്തിലുണ്ട്. കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റും ഉണ്ട്, നോൺ കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റും ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അനിയനും ചേട്ടനും ഉണ്ടെന്ന് കരുതുക, അല്ലെ അനിയത്തെയും ചേച്ചിയും ഉണ്ട്, വാട്ട് എവർ കരുതുക, സിബ്ലിംഗ് ഉണ്ടെന്ന് കരുതുക. ഒരു വറുത്ത മീനേ ഉള്ളൂ, നിങ്ങൾ അടി ഉണ്ടാക്കില്ലേ? 2 വറുത്ത മീനുണ്ട്, നിങ്ങൾ അടി ഉണ്ടാക്കുമോ? ഇല്ല അല്ലേ? ആ ഒരു പരിപാടി തന്നെയാണ് ഇതും കേട്ടോ. സോ ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റ് ആണ്. സോ ബൈൻഡ് റിവേഴ്സിബിളി ടു ദ സെയിം റിസപ്റ്റർ സൈറ്റ് ആസ് ദ അഗോണിസ്റ്റ്. അഗോണിസ്റ്റ് പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ റിസപ്റ്ററിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അതിന് തിരിച്ചു പോകാനുള്ള കഴിവുണ്ട്. റിവേഴ്സിബിൾ ആണ് കേട്ടോ, റിവേഴ്സിബിൾ ആണ്. ദിയർ എഫക്ട് ക്യാൻ ബി ഓവർകം ബൈ ഇൻക്രീസിങ് അഗോണിസ്റ്റ് കോൺസെൻട്രേഷൻ. സോ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടിരുന്ന എഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ, എനിക്ക് പനി കുറയ്ക്കണമെങ്കിൽ പാരസ്റ്റമോൾ മോളിക്കൂൾ വന്നിരിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും മോളിക്കൂൾ വന്നിരുന്ന ആ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പൊ എന്ത് ചെയ്യില്ല? നമുക്ക് പനി കുറയത്തില്ല. അതിനെയാണ് നമ്മൾ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയാം. അപ്പൊ ആൻറ്റഗോണിസ്റ്റ് തന്നെ, കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റ് ഞാൻ പറഞ്ഞത് എന്നാൽ റിവേഴ്സിബിൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ ആൻറ്റഗോണിസ്റ്റ് നമുക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മളെ ബോളിൽ ആൻറ്റഗോണിസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ എന്താ ചെയ്യുക? പാരസ്റ്റമോളിന്റെ മോളിക്കൂളിനെ കൂട്ടിയാൽ പോലെ ഒരു ആൻറ്റഗോണിസ്റ്റ് ഉണ്ടാവാം. 3 പാരസ്റ്റമോൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം പാരസ്റ്റമോളെ വന്നിരിക്കുക. എന്താണ്? പാരസ്റ്റമോൾ ശക്തി കൂടുതലാണ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് കറക്റ്റ് ഡോസ് റെസ്പോൺസ് കർവ് നമുക്ക് ഇടും. ഡോസ് റെസ്പോൺസ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാക്സിമം എഫക്റ്റ് കിട്ടുന്നതിന് നമ്മൾ ഡോസ് കർവ് എന്ന് പറയുന്നത്. അതിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് വൺ ഇസ് നോൺ കോമ്പറ്റേറ്റീവ് ആണ്. ഇത് ഇറിവേഴ്സിബിൾ ആണ് കേട്ടോ, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ആ സൈറ്റിലോ അല്ലെങ്കിൽ ഡിഫറെന്റ് സൈറ്റിലോ പോയിരുന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ അലോസ്ട്രിക് മെക്കാനിസം, അത് മരുന്നിന് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പാരസ്റ്റമോൾ അറിയാൻ പറ്റില്ല, ഇറിവേഴ്സിബിളാ, വന്നിരുന്ന് തന്നെ, പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ അഗോണിസ്റ്റ് കൂട്ടിയാൽ ആന്റഗോണിസ്റ്റ് കുറയും എന്ന് നമ്മൾ പഠിച്ചില്ലേ, കോമ്പറ്റേറ്റീവ് നമ്മൾ പഠിച്ചു. അതുപോലത്തെ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല കേട്ടോ. സോ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ അഗോണിസ്റ്റ് വന്നിരുന്ന് അങ്ങ് നമുക്ക് കിട്ടില്ല, അത് കിട്ടില്ല. അതിനെയാണ് നമ്മൾ നോൺ കോമ്പറ്റേറ്റീവ് ആന്റഗോണിസ്റ്റ് എന്ന് പറയുക. അപ്പൊ മനസ്സിലായില്ല എന്താണെന്ന്? 2 ഉണ്ട്, കോമ്പറ്റേറ്റീവ് ഉണ്ട്, നോൺ കോമ്പറ്റേറ്റീവ് ഉണ്ട്. മിക്കവാറും 2 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ റിവേഴ്സ് അഗോണിസ്റ്റ് ആൻഡ് ദർ യൂണിക് ആക്ഷൻ. സോ നമ്മൾ അഗോണിസ്റ്റ് പറഞ്ഞല്ലേ, എന്താ പറഞ്ഞത്? നമുക്കൊരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്, ഈ മോളിക്കൂൾ വന്നിരിക്കുന്നു, നമുക്ക് തെറാപ്യൂട്ടിക് ആക്ഷൻ കിട്ടുന്നു അല്ലെ. അപ്പം നമുക്കറിയാം. സോ ഇതിന് നമുക്ക് റിവേഴ്സ് ചെയ്യാനും പറ്റും. സോ റിവേഴ്സ് അഗോണിസ്റ്റ് പ്രൊഡ്യൂസ് എ റെസ്പോൺസ് ഓപ്പോസിറ്റ് ദ കൺവെൻഷണൽ അഗോണിസ്റ്റ് വെൻ ബൈൻഡ് ടു സർട്ടൻ റിസപ്റ്റർ. നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇത് നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ് റിവേഴ്സ് അഗോണിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ മെക്കാനിസം എങ്ങനെയാ? ദ റെഡ്യൂസ് ദ ബേസൽ ഓർ ടോണിക് ആക്ടിവിറ്റി ഓഫ് റിസപ്റ്റർ ദാറ്റ് ഹാവ് intrinsic activity in absence of hormone or neurotransmitter. സോ ഇത് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പാടാണ്. സോ ഞാൻ എത്രയും പറഞ്ഞുതരാം. ദി റെഡ്യൂസ് ദ ബേസൽ ഓർ ടോണിക് ആക്ടിവിറ്റി. ഒരു റിസപ്റ്റർ, ഇത് റിസപ്റ്റർ ആണെങ്കിൽ ഇതിനൊരു ബേസൽ അല്ലെങ്കിൽ ഒരു ടോണിക് ആക്ടിവിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു നേച്ചർ ഉണ്ടായിരിക്കും. അതിനെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുവാണ് ചെയ്യുക. ഇപ്പം എക്സാമ്പിൾ, നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ വന്നിങ്ങനെ കുത്തി നിങ്ങൾ അങ്ങ് ക്ഷീണിച്ചു പോവാണ് അല്ലേ. അപ്പം അതിൻ്റെ നോർമൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റിയെ കുറയ്ക്കുവാണ് ചെയ്യുക. അതിൻ്റെ എല്ലാ ഇൻട്രൻസിക് ആക്ടിവിറ്റിയും ഹോർമോണോ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആബ്സെൻസിൽ കുറച്ചുകൊണ്ടാണ് ഈ റിവേഴ്സ് അഗോണിസ്റ്റ്. അതായത് നമുക്ക് ഇപ്പം നോർമലി നിങ്ങൾക്കിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ കുത്തി നിങ്ങളവിടെ എണീപ്പിച്ച് തിരിച്ചു കൊണ്ട് കടത്തിക്കുവാണ് ആ ഒരു പരിപാടി കേട്ടോ. സോ എഫക്ട് ഓൺ ജി പ്രോട്ടീൻ. സോ ബൈൻഡ് ഓഫ് റിവേഴ്സ് അഗോണിസ്റ്റ് ഡിക്രീസ് റിസപ്റ്റർ ഇന്ററാക്ഷൻ വിത്ത് ജി പ്രോട്ടീൻ. അതായത് ഈ റിവേഴ്സ് അഗോണിസ്റ്റ് ഉണ്ടല്ലോ, ഈ റിവേഴ്സ് അഗോണിസ്റ്റിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ ജി പ്രോട്ടീൻ റിസപ്റ്ററുമായിട്ട്
റിസപ്റ്ററുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയുന്നു എന്നുള്ളത് ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ എഫക്റ്റ് ഓൺ ജി പ്രോട്ടീനിലാണ് പറയുന്നത്. റിവേഴ്സ് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ജി പ്രോട്ടീൻ ഇൻട്രാക്ഷൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇത് കുറക്കുവാണ് ചെയ്യുക. ആൻഡ് റെഡ്യൂസ് ബേസൽ സ്റ്റിമുലേഷൻ ആൻഡ് ഡൗൺ സ്ട്രീം എഫക്റ്റ്. അങ്ങനെ എന്താ ചെയ്യുന്നത്, നമുക്ക് ബേസൽ സ്റ്റിമുലേഷൻസും കുറയ്ക്കുന്നു ആൻഡ് ഡൗൺ സ്ട്രീം എഫക്റ്റ്. എന്താ ഡൗൺ സ്ട്രീം എഫക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ ഡൗൺ സ്ട്രീം? അപ്പോൾ ഡൗൺ സ്ട്രീം എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന എഫക്റ്റുകൾ നമുക്ക് ഓൾറെഡി അഗോണിസ്റ്റ് വന്നിരുന്ന് കിട്ടിയപ്പോൾ ഉള്ള എഫക്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു, കുറച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താണ് ജി പ്രോട്ടീൻ അല്ലേ? സോ ജി പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്, നമ്മുടെ എല്ലാ സെല്ലിനകത്തും കാണുന്നതാണ്. നമ്മുടെ ട്രാൻസ്മിഷൻ, നമ്മുടെ ഇമ്പൾസും ഒക്കെ കടത്തി പോകാനും സ്റ്റിമുലേഷനൊക്കെ കടത്തി പോകാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീനെയാണ് നമ്മൾ ജി പ്രോട്ടീൻ എന്ന് പറയാം. സോ ന്യൂക്ലിയോടൈഡ് ബൈൻഡിങ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ് ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറയും. നമ്മുടെ ബോഡീൻ്റെ ആവേഗങ്ങൾ നമുക്ക് റെസ്പോൺസ് കിട്ടാൻ വേണ്ടി, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ ഹാർട്ടിലുണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ കൈ എടുക്കണം തോന്നുന്നത് കൈ എടുക്കാനൊക്കെ സഹായിക്കുന്നതും അല്ലെങ്കിൽ ആ ന്യൂറോ ട്രാൻസ്മിഷൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ജി പ്രോട്ടീൻ ആണ്. അപ്പോൾ മനസ്സിലായില്ലേ, റിവേഴ്സ് അഗോണിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്, നമ്മൾ തിരിച്ചു കൊണ്ടാക്കുന്ന പരിപാടിയാണ്. സോ ബേസിക്കലി ജി പ്രോട്ടീൻ ആണ് അവിടെ കുറക്കുവാണ് ചെയ്യേണ്ടാവുക. സോ നോർമൽ ഉണ്ടെന്ന ഇൻട്രൻസിക് ആക്ടിവിറ്റിനെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ കൺസെപ്റ്റ് ഓഫ് സ്പെയർ റിസപ്റ്റർ. എന്താണ് സ്പെയർ റിസപ്റ്റേഴ്സ് എന്ന് പറയാം. സോ സ്പെയർ റിസപ്റ്റേഴ്സ് ആർ അൺഒക്യുപ്പൈഡ് റിസപ്റ്റർ ദാറ്റ് റിമെയിൻ വെൻ എ ഫുള്ളി അഗോണിസ്റ്റ് പ്രൊഡ്യൂസ് മാക്സിമൽ റെസ്പോൺസ്. അതായത് ഇപ്പോൾ ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ എന്തെന്ന് വെച്ചാൽ ഈ മോളിക്യൂൾസുകൾ വന്ന് ഈ റിസപ്റ്റേഴ്സിലെല്ലാം വന്ന് അറ്റാച്ച് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു റിസപ്റ്റർ ഉണ്ടാവില്ല. ഈ നമ്മുടെ വണ്ടിക്കൊക്കെ 4-5 വീൽ ഉണ്ടാവില്ല, ഒരു വീൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു റിസപ്റ്ററിനകത്തും എന്ത് ചെയ്യില്ല, ഈ റിസപ്റ്റർ വെറുതെ ഇരിക്കും, അൺഒക്യുപ്പൈഡ് ആയിരിക്കും, ഒരു മോളിക്യൂളും അതിനകത്ത് അല്ലെങ്കിൽ ഒരു അഗോണിസ്റ്റും ഉണ്ടായിരിക്കില്ല. അതിനെയാണ് നമ്മൾ സ്പെയർ റിസപ്റ്റർ എന്ന് പറയുന്നത്. സോ ക്യാൻ ബി ഷോൺ യൂസിങ് ഇറിവേഴ്സിബിൾ ആന്റഗോണിസ്റ്റ് ടു ബ്ലോക്ക് അവൈൽ റിസപ്റ്റർ വൈൽ സ്റ്റിൽ അച്ചീവിങ് മാക്സിമൽ റെസ്പോൺസ്. സോ നമുക്ക് ഈ ഒരു സ്പെയർ റിസപ്റ്റർ ഉണ്ടാകുമ്പോൾ ഉപയോഗം എന്താണെന്ന് ചോദിക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമുക്കിത് റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഇത് സ്പെയർ റിസപ്റ്റർ, ഇവിടെ വന്ന് നമ്മുടെ ആന്റഗോണിസ്റ്റ് ഇരിക്കുക, അഗോണിസ്റ്റ് ഇരിക്കുക, നമ്മുടെ അഗോണിസ്റ്റ്, നമ്മൾക്ക് ആവശ്യമുള്ള റെസ്പോൺസ് വരുന്ന അഗോണിസ്റ്റ് ഇരിക്കുക. അപ്പം ഒരു ആന്റഗോണിസ്റ്റ് ഇവിടെ വന്നിരുന്നാലും പ്രശ്നമുണ്ടോ? കാര്യം നമ്മുടെ കയ്യിലുള്ള എല്ലാ അഗോണിസ്റ്റുകളും വന്നിവിടെ ഇരുന്നു, നമുക്ക് റെസ്പോൺസ് തരേണ്ട അഗോണിസ്റ്റ് എല്ലാം ഇവിടെ വന്നിരുന്നു. അപ്പോൾ പിന്നെ ഒരു ആന്റഗോണിസ്റ്റ് വന്നിരുന്നാലോ 2 ആന്റഗോണിസ്റ്റ് വന്നിരുന്നാലോ 3 ആന്റഗോണിസ്റ്റ് വന്നിരുന്നാലോ നമുക്ക് ഒരു കുലുക്കമില്ല. കാര്യം നമ്മുടെ കയ്യിലുള്ള അഗോണിസ്റ്റ് എല്ലാം വന്നിരുന്നു, നമ്മുടെ പാരസ്റ്റമോളിൻ്റെ എല്ലാ മോളിക്യൂൾസും വന്നിരുന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കവിടെ ബാധിക്കുന്ന കാര്യമല്ല. സോ ബേസിക്കലി എക്സാമ്പിൾ പറയുവാണെങ്കിൽ മസിൽ ട്വിച്ചിങ്, നമ്മുടെ മസിലൊക്കെ ഇങ്ങനെ നമുക്ക് വേദന എടുക്കുമല്ലോ, ആ സമയത്ത് റെസ്പോൺസ് ടു അസറ്റിൽ കൊളൈൻ, നമ്മൾ ആ സമയത്ത് അസറ്റിൽ കൊളൈനാണ് റെസ്പോൺസ് ചെയ്യുന്നത് കേട്ടോ. അറ്റ്ലീസ്റ്റ് 50% ഓഫ് റിസപ്റ്റർ മേ ബി സ്പെയർ, അവിടെ 50% റിസപ്റ്ററും സ്പെയർ ആയിരിക്കും. സോ ഡെമോൺസ്ട്രേറ്റ് ബൈ ക്യൂറിയർ ബ്ലോക്കേഡ് എക്സ്പെരിമെൻറ്റ്. സോ നമ്മുടെ ക്യൂരാരി ബ്ലോക്കേഡ് എക്സ്പെരിമെൻ്റ് ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോവേണ്ട ആവശ്യമില്ല, അതിൻ്റെ അത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, സിലബസിലൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദിസ് ഈസ് കോൾഡ് സ്പെയർ റിസപ്റ്റർ. റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക, എന്നാലേ നമുക്ക് ഇച്ചിരി കൂടെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ, നമുക്ക് ഇച്ചിരി എഴുതാനും പെടത്തുള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് വേണം. താങ്ക് യു.